ഒരാൾക്കിപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവരെവിടെ നിന്ന് തുടങ്ങണം? ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു ഗൈഡ് പോലെ പറയാൻ പറ്റുമോ? ഒരു ബിൽഡേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണോ അതോ ബിൽഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഒരു ബിൽഡറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്തൊരു വെറുതെ നമ്മളൊരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ ആയിട്ടുള്ള നോളജ് കൊണ്ട് മാത്രം നമുക്കൊരു ബിൽഡറാവാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സിനെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എൻവയോൺമെൻറ്റ് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ലീഗൽ ഇഷ്യൂസ്, ലിറ്റിഗേഷൻസിന് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലൈമറ്റിക് കണ്ടീഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഫൈനാൻസ്, അതൊരു മണി മാനേജ്മെൻറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറെൻറ്റ് കാര്യങ്ങൾ നമ്മളിതിലേക്ക് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരാളൊരു ഇമ്മീഡിയറ്റ്ലി വന്ന് പെട്ടെന്നൊരു ബിൽഡർ ആവാന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് സാധിക്കുന്ന കാര്യമല്ല. അതിന് കുറേ സ്റ്റഡി ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ്, ഇന്നത്തെ കാലത്ത് ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഇൻഡസ്ട്രി നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പോൾ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് നമുക്ക് റിയൽറ്റേഴ്സ് ആവാൻ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. റിയൽറ്റേഴ്സ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഈ റിയൽറ്റേഴ്സ് എന്ന് പറയുന്ന പോയിന്റ് മുൻകാലങ്ങളിൽ നമുക്ക് ആരെങ്കിലും ഒരാൾ ചൂണ്ടിക്കാണിക്കുന്നത് ബ്രോക്കർ എന്ന് പറയുന്നത് ആക്ച്വലി ഇന്നത്തെ കാലത്ത് ബ്രോക്കേഴ്സ് അല്ല, ദേ ആർ വെരി പ്രൊഫഷണൽസ്. ദേ ആർ ആക്ച്വലി റിയൽറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ലൈസൻസ് എടുത്ത്, ററ പോലുള്ള ലൈസൻസ് എടുത്ത് വളരെ റെസ്പോൺസിബിളായിട്ട് ഇൻഡസ്ട്രി, വളരെ സീരിയസ് ആയിട്ട് ഇൻഡസ്ട്രിയെ കാണുന്ന ആൾക്കാരാണ്. അത് തന്നെയല്ല, ഇതിൽ പല ആളുകളും വളരെ നന്നായിട്ട് ഏൺ ചെയ്യുന്ന ആളുകളും കൂടിയാണ്. ഈവൻ പല ആളുകളും ഒരു ബിൽഡറിനേക്കാളും പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരു മേഖലയിൽ വളരെ വലിയൊരു സാധ്യത നിലവിലുണ്ട്. മറ്റ് കൺട്രീസിൽ, പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു കൺട്രീസിലും റിയൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ജോബാണ്.